നിങ്ങൾക്ക് എന്തോ അറിയാം പെണ്ണ് കാണൽ ചടങ്ങിനെ പറ്റി? തന്നെ പെണ്ണ് കണ്ടോന്നല്ല കല്യാണം കഴിച്ചത്. എടി ഈ പെണ്ണ് കാണൽ ചടങ്ങെന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവം, ഒരു ആഗോള പ്രതിഭാസമാണ്. ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണെന്ന് മാത്രം. ഓ അങ്ങനൊന്നുമില്ല. പെണ്ണും ചെറുക്കനും തമ്മിൽ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, കെട്ടു നടക്കുന്നു. അതല്ലേ ഇതിന്റെ ഉദ്ദേശം? അത് മാത്രമല്ല, ഈ പെണ്ണിന്റെ ചെക്കൻ്റെ ഇടയിൽ വേറൊരാളുണ്ട്. വേറൊരാളോ? ആരാ? ബ്രോക്കർ, വിവാഹ ദല്ലാൽ എന്ന് പറയും. നിനക്കത് അറിയാൻ വഴിയില്ല, കാരണം ഞാൻ കണ്ണടിച്ചത് നീ എൻ്റെ കൂടെ ഇങ്ങനെ ഇറങ്ങി പോന്നല്ലോ. ആരെങ്കിലും പറഞ്ഞു എന്നെ നോക്കി കണ്ണെടുക്കാൻ? എന്തോ ഈ ആലോചിക്കുന്നത്? അല്ല, ഞാന് ഒരു പെണ്ണ് കാണൽ ചടങ്ങിനെ കുറിച്ച് ഒന്ന് ഓർത്തു പോയതാ. ബ്രോക്കർ ഉണ്ടോ? ബ്രോക്കർ ഉണ്ടോന്നോ? ഉണ്ടടി, കണ്ടു നോക്ക്. പാരമ്പര്യമായിട്ട് കിട്ടിയ പണിയാന്ന് പറഞ്ഞിട്ട് എന്തോന്ന് കാര്യം? പണിയല്ല, സത്യത്തിലൊരു ഏണിയാ ഈ ദല്ലാള് പണി. കിട്ടി സാറേ, കിട്ടി കിട്ടി. കിട്ടിയില്ല ഇപ്പൊ കിട്ടിയാനെ. ഒതുക്ക്, ബാക്കി പറയാം. പിടിച്ച് വലിക്കാതെ. രാഹുല സാറേ, സാറിന് പറ്റിയ ഒരു രാഹുവാ. ഓ, ഒരു കക്ഷി ഒത്ത് കിട്ടിയെന്ന്. അതൊക്കെ ശരി. ഞാനിപ്പോ വെറും രാഹുലിനല്ല, പിന്നെ എന്റെ സെറ്റപ്പ് ഒക്കെ അങ്ങ് മാറി. വരമ്പിൽ രാഹുൽ മസ്റ്റ്. ഒരു പേരല്ലല്ലോ, ഒരു സെന്റൻസ് അല്ലേ. അതൊക്കെ വേണ്ടി വന്നു. ഇതൊക്കെ നമ്പറോളജിസ്റ്റിന്റെ ഓരോ നമ്പർ അല്ലേന്ന്. ഞാൻ സിനിമയിലോട്ട് കാലെടുത്ത് വെക്കാൻ പോവുകയാണല്ലോ. എന്നാലിത് വല്ലാത്തൊരു പേരായി പോയി. ആ മസ്റ്റ് അല്ലായിരുന്നു. നീ ജാസി ഗിഫ്റ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഗിഫ്റ്റ് പോലൊരു മസ്റ്റ് സൂപ്പർ നമ്പർ അല്ലേന്ന്. എല്ലാം കൂടെ കൂട്ടി വരുമ്പോ ഒരു 9 വരും. പേരിന്റെ നമ്പറോ സാറിന്റെ നമ്പറോ? നീ കാര്യം പറ. പെണ്ണങ്ങനെ പീസാണോ? പീസല്ല, ഫുള്ളായിട്ട് തന്നെ ഉള്ളതാ. ജോലി വല്ലതും? നല്ല ജോലിക്കാരിയാന്നാ നാട്ടുകാർ പറയണത്. മോഡല്, മെഡല് കിട്ടിയ മോഡല്. എന്നാ ഒരു കൈ നോക്കാം. കൈ മാത്രമല്ല, ആളിനെ ഫുള്ളായിട്ട് നോക്കി കാണാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാം. പെണ്ണ് കാണാനൊക്കെ വരാം, പക്ഷേ നീ എന്റെ തനി സ്വഭാവം അവിടെ ചെന്ന് അടിച്ചേക്കരുത്. എന്നാ അടി നിനക്കും എനിക്കും ഉറപ്പാ. അതല്ല സാറേ, പെണ്ണിന്റെ അച്ഛൻ ഒരു കലാകാരനാ. കലാകാരന്റെ ദൗർബല്യങ്ങൾ ആ അച്ഛന് ബഹുത്തച്ഛ മാലും. എന്നാ വെച്ച് പിടിക്ക്, കയറ്. നീ പറഞ്ഞ ഉള്ളതല്ലോ. ഉള്ളത് അമ്മച്ചാണോ ഉള്ളത്? ഇത് തന്നെയല്ലോ വീട്. തന്നെ തന്നെ. നിർത്ത്. അയ്യോ, ഇതാണ് വീട്. എങ്ങനെയുണ്ട് സെറ്റപ്പ് ഒക്കെ? വരൂ, കയറി വരൂ. ഈ കലാക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തേക്ക് സാദരം സവിനയം സ്വാഗതം. വന്നാലും പൂമുറ്റത്ത് ഇങ്ങനെ ചിന്തിച്ചു നിൽക്കാതെ പൂമുഖത്തേക്ക് കടന്നു വന്നാൽ പെണ്ണ് കാണാം. വാ. എന്തോ ഇത് കൈവിട്ട കേസാണ്? ഓ സാറേ, ഞാൻ നേരത്തെ പറഞ്ഞില്ല അദ്ദേഹം ഒരു കലാകാരനാണെന്ന്. സുപ്രസിദ്ധ ഗായകൻ ബാലരാമപുരം ബാലകൃഷ്ണൻ, അതാ പാർട്ടി. കയ്യെന്ന് വിടറ. അവൾ അകത്തണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. കൈവളയണിഞ്ഞും പളപള മീനുങ്ങുന്ന മാലയണിഞ്ഞും അവൾ ഒരുക്കമായി. ഇതെന്റെ 40ാമത് കലോപകാരത്തിലൊരു ഗാനമാണ്. അവസരത്തിനൊത്ത് ഞാനൊന്ന് ഉയർന്നു എന്നുള്ളതേ ഉള്ളൂ. മണവാള വരൂ. വാ. അതെ, ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നത് സ്മോൾ ആണോ? അയ്യോ, കട്ടൻ ചായ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ന പോലെ കാതികമായിട്ട് ദേശീയ പാനീയമല്ലേ ചുക്ക് കാപ്പി. തന്തയുടെ മോള് ചുക്കുപോലിരിക്കൂ. അവള് മോഡലല്ലേ, മെഡല് കിട്ടിയ മോഡൽ. സാറുവാ. പുള്ളിക്കാരൻ ആളൊരു ഡയറക്ടറാ. ഏത് കമ്പനിയിലാ? ആ കമ്പനി അതൊരു കറക്ക് കമ്പനി. അതെ, ടെലിഫിലിം ഡയറക്ടർ. എനിക്കൂടെ ഒരു ചാൻസ് തരുമോ? ഈ കാലികൻ എന്ന് പറഞ്ഞാൽ കഥയിലെ കഥാപാത്രങ്ങളെല്ലാം ഒറ്റയടിക്ക് അവതരിപ്പിക്കുന്ന ഒരു മഹാ നടനാ. മമ്മൂട്ടി മോഹൻലാലൊക്കെ ഡബിൾ റോളല്ലേ ചെയ്യൂ. ഈ ബാലരാമപുരം ബാലകൃഷ്ണൻ ഓരോ സ്റ്റേജിലും ഓരോ കഥയിലെയും 10-100 കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ഇത് മലരമ്പനെ മാടി വിളിച്ച മാലതിയിലെ മാലതി. ലോകത്തിന്റെ പൂക്കളിലെ കുഷ്ഠരോഗി. നീ ഓടയിലെ പാച്ചുവമ്മാവൻ. ശരി. പെണ്ണ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആള് തട്ടിപ്പോയി. അത് വെറും ആക്ടിങ്. സാർ, ഇനി എനിക്കൊരു ചാൻസ് തരുമോ?
ഇയാൾ എൻ്റെ കൈ കൊണ്ട് ചാവും. നമുക്ക് ആലോചിക്കാം. എനിക്കൊരല്പ തിരക്കുണ്ടായിരുന്നു. പെണ്ണെ കണ്ടിരുന്നേ പോയായിരുന്നു. കാണാനെന്തിരിക്കുന്നു, അവള് മോഡലല്ലേ, മെഡല് കിട്ടിയ മോഡൽ. മോളെ ഡയലോഗ് കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കണ. അങ്ങനെ പങ്കുവച്ചിടുക സ്വപ്നങ്ങൾ മക്കളെ, അച്ഛനകത്തേക്കു പോയിടട്ടെ. അങ്ങനെ പങ്കുവച്ചിടുക സ്വപ്നങ്ങൾ മക്കളെ, അച്ഛനകത്തേക്കു പോയിടട്ടെ. അങ്ങനെ അച്ഛനകത്തേക്ക് പോയി, കൂടെ കുഞ്ഞിരാമനും. കുഞ്ഞിരാമ രക്ഷപ്പെട്ടു. മോളെ ചായക്ക് ചൂട്. എന്താ കുട്ടിയുടെ പേര്? നാണക്കാരിയാണല്ലേ? എനിക്ക് നാണക്കാരികളെ ഭയങ്കര ഇഷ്ടമാ. ഏതോരെ പഠിച്ചു? അച്ഛന്റെ പേരെന്താ? ഒന്നും പറയില്ല. നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് മതി ഹണിമൂൺ. സ്വിറ്റ്സർലാൻഡിൽ പോവാം. അവിടെ ആകുമ്പോ നല്ല തണുപ്പായിരിക്കും. എന്താ പേര്? പേര് പറയടി. എന്റെ കുട്ടിക്കിട്ട് അടിച്ച പൊട്ടിയാണല്ലേ? എടാ കൊച്ചുരാമ, ഇറങ്ങി വേണം ഇങ്ങോട്ട്. ഇതാണോ മെഡൽ കിട്ടിയ മോഡൽ? മോനെ, പണ്ടൊരു കഥാപ്രസംഗം നടത്താൻ അഡ്വാൻസ് ആയിട്ട് 1000 രൂപ ഞാൻ വാങ്ങിച്ചു. കഥ പൊളിഞ്ഞു. 1000 രൂപ മടക്കി കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് അയാളുടെ പൊട്ടിപ്പെണ്ണായ മകളെ എന്റെ തലയിൽ കെട്ടിവെച്ചു. അതിലുണ്ടായതാ ഈ പെണ്ണ്. പക്ഷെ പൊട്ടിയാണെങ്കിലും ആളൊരു കലാകാരി, മെഡല് കിട്ടിയ മോഡലാ. അയ്യോ, അത് സത്യമാ. അഖില കേരള മൂകബദിര കലോത്സവത്തിൽ സുരുവിനായിരുന്നു ഫസ്റ്റ്. കൊച്ചിരാമ കള്ളം പറയൂ. അവളെ മെഡല് കിട്ടിയ മോഡലാ.